യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനാണെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വൊളാഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് പരാമർശം. നിയമവിരുദ്ധമായും ന്യായീകരിക്കാനാവാത്ത വിധവുമാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത്. 3 വർഷമായി യുക്രൈൻ ധൈര്യത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും പോരാടുന്നു. ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടിയുള്ള അവരുടെ പോരാട്ടം നമുക്കെല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. കാനഡ യുക്രൈനോടൊപ്പം നിൽക്കുന്നത് തുടരുമെന്നും ട്രൂഡോ എക്സിൽ കുറിച്ചു. നേരത്തെ കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളിയും യുക്രൈനെ പിന്തുണ അറിയിച്ചിരുന്നു. സെലൻസ്കിയും ട്രംപുമായി നടന്ന ചർച്ച വാക്കേറ്റത്തെയും വെല്ലുവിളിയെയും തുടർന്നാണ് പിരിഞ്ഞത്. ഓവൽ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായി അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് സംയുക്ത വാർത്താ സമ്മേളനം ട്രംപ് റദ്ദാക്കുകയും വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കി മടങ്ങിപ്പോവുകയും ചെയ്തു. അടുത്തിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറണമെന്ന നിർദ്ദേശം മുന്നോട്ടുവെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു. യുക്രൈനിലുള്ള റഷ്യൻ തടവുകാരെ വിട്ടയക്കാൻ തങ്ങൾ തയ്യാറാണെന്നും റഷ്യയും സമാന രീതിയിൽ തടവുകാരെ വിട്ടയക്കണമെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ 3ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കീവിൽ നടന്ന ഉന്നതതല സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. യുക്രൈനിലെ ജനങ്ങളുടെ 3 വർഷത്തെ പോരാട്ട വീര്യത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിരുന്നു. യുക്രൈനിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് പറഞ്ഞ സെലൻസ്കി രാജ്യത്തെ ചേർത്തുപിടിച്ച എല്ലാവർക്കും നന്ദിയും അറിയിച്ചിരുന്നു.